ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ മുന്തിരി കുലകളാണ്. ഇത് കണ്ടോ, മുന്തിരി ഈ നമ്മൾ കാണിച്ചിരുന്നല്ലോ, നമ്മുടെ മുന്തിരിയെ എല്ലാം നിറയെ കുലകളുണ്ടായി. ഈ മുന്തിരി കുലകളിലെല്ലാം വെള്ളീച്ച കയറി ഇത് മൊത്തം നമുക്ക് ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ചൊങ്ങിപ്പോകുന്ന പോലെ ആക്കി കളഞ്ഞു. നമ്മൾ ഇത് ഇപ്പം ചെയ്യാൻ പോകുന്നത്, നമ്മൾ മുന്തിരി മുഴുവൻ വെട്ടിവിട്ടിരിക്കുകയാണ്. അടുത്ത മുന്തിരി തളിരുകൾ വരുന്നുണ്ട്, അപ്പോൾ അതിൽ പൂവും വരുന്നുണ്ട്. ഇത് ഏകദേശം നമുക്കിത് മൂപ്പായ മുന്തിരിങ്ങയാണെങ്കിൽ പോലും ഇത് നമുക്ക് അത്യാവശ്യം കഴുകിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലുള്ള മൊത്തം വിളവെടുക്കുകയാണ്. അപ്പോൾ ആ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഭാഗം വിളവെടുത്തത് കൊണ്ട് നമ്മുടെ ബേസിനകത്ത് നിറച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം എന്തേ ബാക്കിയുള്ള ഭാഗം കൂടെ നമ്മൾ വിളവെടുക്കുകയാണ്. ഇത് നമുക്ക് ഇതുപോലെ മൊത്തം ഇതെന്ന് വിളവെടുക്കാം. അല്ലെങ്കിൽ ഇത് നമുക്കിത് കിടക്കും തോറും ഇത് അഴുക്കായി പോകത്തേ ഉള്ളൂ, കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഈ പ്രാവശ്യം ഇങ്ങനെയാണ് ഈ പ്രാവശ്യം വിളവെടുക്കുന്നത്. പക്ഷെ ന്യായമായി നമുക്ക് ഈ പ്രാവശ്യം മുന്തിരിങ്ങ പിടിച്ച് കിട്ടിയതാണ്. നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് മാത്രം അത് ഇല്ലാതായി. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതാണ് വെള്ളിച്ച. ഇതിപ്പോൾ നമ്മൾ ഇനി ഇതിന് ഒരു പ്രാവശ്യം നമ്മളൊന്ന് മരുന്നടിച്ചു കൊടുത്തതാണ്. വീണ്ടും നമ്മൾ ഈ മുന്തിരിക്കൊല എടുത്തതിന് ശേഷം അടുത്ത ഒരു മരുന്നൂടെ അടിച്ചു കൊടുത്ത് ഇതിനെ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് ഈ വെള്ളിച്ച ശല്യം മാറ്റിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നമുക്കിത് നല്ല വിളവ് കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, അടുത്ത് നമ്മൾ വെട്ടി വിട്ടപ്പോഴത്തേന് അതിലെ പൂ വരുന്നത് കണ്ടോ, ഇതാണ് ആ പൂ വരുന്നത്. അടുത്ത് ഇനി ഇതെല്ലാം ഇതുപോലെ പൊട്ടിക്കിളിക്കുന്നതെല്ലാം പൂ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഇതുപോലെ തന്നെ മുന്തിരിങ്ങ ഉണ്ടാവും. നമുക്കപ്പോൾ അതിന് മുമ്പായിട്ട് ഈ മുന്തിരിങ്ങ എല്ലാം അങ്ങ് വെട്ടിവിടാം. അപ്പം ഇത് വെട്ടിയെടുത്തതിന് ശേഷം എന്തുമാത്രം മുന്തിരിങ്ങ ഉണ്ടെന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബാക്കി ഭാഗം കൂടെ നമ്മൾ വിളവെടുത്തതിന് ശേഷം എന്തുമാത്രം മുന്തിരിങ്ങ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, കുറേ ഒഴിഞ്ഞു പോയി, ബാക്കി എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കാം. നമ്മുടെ മുന്തിരി വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് ഒരു വലിയ ബേസ് നിറച്ച് നമുക്ക് മുന്തിരിങ്ങ കിട്ടി. ഇത്രയും തന്നെ നമുക്ക് പൊഴിഞ്ഞും പോയിട്ടുണ്ട്. ഇത് കണ്ടോ, തറ കിടക്കുന്നുണ്ടോ, ഈ കിളികൾ വന്ന് കൊത്തി ഇട്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആ തൊലി ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. തറ കംപ്ലീറ്റ് ഇത് കണ്ടോ, കിളികൾ കൊത്തിയിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ തറ മൊത്തം ഇതിൻ്റെ കറയായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്നത്. ഇപ്പം ന്യായമായിട്ടൊരു വലിയ ബേസിനാണ്. ആ വലിയ ബേസിൽ നിറച്ച് ഇതുണ്ട്, നമുക്ക് കൈക്ക് പൊക്കാൻ മേല. അതുപോലെ നിറയെ മുന്തിരിക്കൊലയുണ്ട്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഇതുപോലെ ഒരു പ്രശ്നം ഈ മുന്തിരിക്കൊലയിൽ ഉണ്ടായി. അപ്പം വരും കാലങ്ങളിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് മുമ്പോട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളെല്ലാം കംപ്ലീറ്റ് വെട്ടിവിട്ടു. നേരത്തെ കിടന്ന ആ ഇലകളെല്ലാം വെട്ടിവിട്ടപ്പോൾ പുതുതായിട്ട് നാമ്പുകൾ ഉണ്ടാകുന്നുണ്ടോ, പുതിയ നാമ്പുകൾ ഇതുപോലെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതേ നമ്മളിപ്പോൾ മരുന്നടിക്കാൻ പോവാണ്. മരുന്നടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ല രീതിയിൽ ആക്കി എടുക്കേണ്ടതാണ്. ഇതേലത്തെ നാമ്പ് വരുന്നതിലെല്ലാം പൂക്കളും ഉണ്ട്, പൂ കൂടിയാണ് ഇതേലെ വരുന്നത്. ചെറിയ പൊട്ടിക്കിളർപ്പ് വരുന്നതിലെല്ലാം പൂവുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇതെല്ലാം നിറയെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഇതൊന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ റൂഫിന് മേളിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേളിലെ റൂഫാണ് ഈ കാണുന്നത്. റൂഫ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാൻ, മഴക്കാലത്തും കൃഷി ചെയ്യാം. അതാണ് ഇതിനകത്തൊരു പ്രത്യേകത. വെള്ളം വീഴുമെന്ന് പേടിക്കണ്ട. പക്ഷെ നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. കാര്യം അതുപോലത്തെ വെയിലിന് അതുപോലത്തെ ചൂടാണ് നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന വീഡിയോ. ഇത് കണ്ടില്ലേ, നമുക്കൊരു ബേസ് നിറയെ മുന്തിരിക്കുല. ഇത് കിട്ടിയിരിക്കുന്ന കമ്പത്തും ഒന്നുമല്ല, ഇത് നമ്മുടെ കോട്ടയത്താണ് ഇത്ര മുന്തിരിക്കുല നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരെ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ബേസിനല്ല, ഇത്ര 2-3 ബേസും പറിക്കാനുള്ള മുന്തിരി കുല നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ ഉണ്ടായതാണ്. പക്ഷെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.